എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു അത് സംഭവിച്ചത്. ഒരു രാത്രിയായിരുന്നു അത്. തന്റെ ഭാര്യ കുഞ്ഞിനെയും എടുത്ത് ഇറങ്ങിപ്പോകുന്നതിന്റെ ശബ്ദം കേട്ടാണ് അയാൾ ഉണർന്നത്. ശബ്ദമുണ്ടാക്കാതെ അയാൾ ഭാര്യയെ പിന്തുടർന്നു. അവർ പരസ്പരം കണ്ടുമുട്ടിയ നദിക്കരയിലേക്കാണ് ഭാര്യ കുഞ്ഞിനെയും എടുത്തപ്പോൾ എത്തിയിരിക്കുന്നത്. അവൾ നദിയിലേക്ക് തന്നെ സൂക്ഷ്മമായി നോക്കി നിൽക്കുകയാണ്. എന്താണ് നടക്കുന്നതെന്ന് സന്തനുവിനും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അയാൾ ശബ്ദമുണ്ടാക്കാതെ നോക്കി നിന്നു. പെട്ടെന്നായിരുന്നു തന്നെ ഞെട്ടിക്കുന്ന ആ കാഴ്ച അയാൾ കണ്ടത്. സന്തനു അതിവേഗത്തിൽ അവളുടെ അടുത്തേക്ക് കുതിക്കാൻ തുടങ്ങി. പക്ഷെ പെട്ടെന്നായിരുന്നു അവൾക്ക് നൽകിയ ആ വാക്ക് അയാളുടെ മനസ്സിലേക്ക് വന്നത്. അങ്ങയ്ക്കൊരിക്കലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്നെ ചോദ്യം ചെയ്യാനോ എന്നെപ്പറ്റി എന്തെങ്കിലും അറിയുവാനോ യാതൊരു അധികാരവും ഉണ്ടായിരിക്കില്ല. ഇതെപ്പോഴെങ്കിലും ലംഘിക്കപ്പെട്ടാൽ ഞാൻ അങ്ങയെ വിട്ടു പോകുന്നതാണ്. അവളെ നഷ്ടപ്പെടുത്തുവാൻ സന്തനു ഒരുക്കമല്ലായിരുന്നു. അവളോടുള്ള സ്നേഹം കാരണം തന്റെ വേദന അയാൾ ഉള്ളിൽ കടിച്ചമർത്തി. 7 വർഷങ്ങൾക്ക് ശേഷം അവർക്ക് മറ്റൊരു കുട്ടിയുണ്ടായി. എന്നാൽ ആ കൊച്ചിനെയും അവൾ ഇതുപോലെ തന്നെ ആ നദിയിലിട്ടു. സന്തനു തന്റെ വേദന ഉള്ളിലൊതുക്കി. ഒരക്ഷരം പോലും അവളോട് ചോദിച്ചില്ല. പിന്നീട് അവർക്കുണ്ടായ 7 കുട്ടികളെയും അവൾ ആ നദിയിൽ ഉപേക്ഷിച്ചു. പിന്നീട് 8ാമതും ഇത് ആവർത്തിക്കുന്നത് കണ്ടപ്പോൾ സന്തനു അവന്റെ നിയന്ത്രണം വിട്ടു. എന്തിനാണ് നീ കുഞ്ഞുങ്ങളെ ഇങ്ങനെ കൊല്ലുന്നത്? അതിന് മറുപടിയായി അവൾ പറഞ്ഞു, രാജൻ, അങ്ങെനിക്ക് നൽകിയ വാക്ക് തെറ്റിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ എന്തിനാണ് 7 കുഞ്ഞുങ്ങളെ കൊന്നതെന്ന് ഞാൻ പറയാം. അങ്ങ് ഇതുവരെയും ചോദിച്ചിട്ടില്ലെങ്കിലും ഞാൻ പറയുകയാണ്. എന്റെ പേര് ഗംഗ. ഞാൻ അങ്ങേക്ക് നൽകിയ 7 പുത്രന്മാരും മുൻ ജന്മത്തിൽ ചെയ്ത പാപങ്ങളാൽ ഭൂമിയിൽ മനുഷ്യർക്കിടയിൽ നരകിക്കുവാൻ വിധിച്ചിരുന്നവരാണ്. എന്റെ വിശ്വാസപ്രകാരം മോക്ഷമാണ് ഞാൻ അവർക്ക് നൽകിയത്. പിന്നെ 8ാമത്തെ ഈ കുഞ്ഞ്, ഇവൻ അങ്ങേക്കൊരു നല്ല പുത്രനും ഹസ്തിനപുരത്തിനൊരു നല്ല രാജാവുമായിരിക്കും. ഇവനെ കുറച്ച് ദിവസത്തേക്ക് ഞാൻ കൊണ്ടുപോകും. അതിനുശേഷം ഞാൻ തിരിച്ചേൽപ്പിച്ചുകൊള്ളാം. ഇത്രയും പറഞ്ഞ് ഗംഗ ആ നദിക്കരയിലൂടെ നടന്നകന്നു.